ഗൈസ് ഡേ 2 എന്തായാലും നമ്മളെ ചെക്കന്മാരൊക്കെ കിട്ടിയാണ്. നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെക്കന്മാരൊക്കെ ഫുൾ ആവേശത്തിലാണ്. ഫുൾ സെറ്റ് അല്ലേ? ഞാൻ ആൾറെഡി 15 years already here running morning exercise. ഓരോരുത്തര് ഓരോ പരിപാടികളില് എൻഗേജ്ഡ് ആണ്. എക്സസൈസുകൾ ഗൈസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ എക്സസൈസ്. ഇന്നലെ ഒരാളുള്ളത് ഇന്ന് 4 ആളായിക്കണം. ഇൻഷാ അല്ലാ നാളെ അതിലേറെ ആക്കണം. മിസ്റ്റർ ഷിഹാബ് ഓടുന്നുണ്ട്. ഒരെണ്ണം ചെയ്യൂലേ? അല്ലാ നമ്മളെ രത്നാകരൻ MLA ആണ്. ഏത് ചിരിപ്പിക്കല്ല നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണല്ലേ? എന്തിനു വേണ്ടിട്ട് തുടങ്ങാൻ കാരണം എന്താണ്? നമ്മള് വയറ് സംബന്ധമായിട്ടുള്ള ഓരോ സുഖമില്ലാതെ കൊണ്ട് നമ്മളൊന്ന് കുറെ നാട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒന്ന് ചെയ്യാണ്ടോ ഡെയിലി നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ? നോക്കാം പരമാവധി. ഓക്കെ സെറ്റ്. രത്നാകരൻ അങ്കിൾ പുഷപ്പിള് രത്നാകരൻ അവരെ നമ്മൾ ഈ രംഗത്ത് നമ്മൾ പിടിച്ചു വിളിച്ചു കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് ആരോഗ്യമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ മൂപ്പരെ വൈഫ് പ്രത്യേകം എന്നോട് രജിസ്ട്രേഷൻ ചെയ്താണ് എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒരു ഹെൽത്തി മാൻ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ജിജി പറഞ്ഞത് ഓക്കെ അല്ലേ? അടുത്ത നമ്മളെ ഷിഹാബ് ഫ്രം തിരൂർ പുഷപ്പ് ചെയ്യാൻ പോവാണ്. ഗൈസ് ചെക്കം നല്ല ഫിറ്റ്നസ് ഉള്ള ചെക്കനാണ്. ചെക്കം പെണ്ണൊക്കെ ഉണ്ട്. നിങ്ങളെ അറിവില് ഏതെങ്കിലുമൊക്കെ നല്ലൊരു എക്സസൈസ് അതിങ്ങനെ നമുക്ക് എന്താ പറയാ ഉരവേദന ഉണ്ടെങ്കിൽ എൻ്റെ ഒരു മാഷിങ്ങനെ പറഞ്ഞത് ഇതേമാതിരി ചെയ്യാൻ പറയുന്നു. ഇല്ല, ഞങ്ങളൊരു ഇംഗ്ലീഷിന് മാഷുണ്ടായിരുന്നു, ബിജോയ് തോമസ്. ഇന്നലെ എനിക്ക് ഒരു എന്താ പറയാ ഉറക്കൊന്നും ശരിയാവാത്തതുകൊണ്ട് ആ സമയത്ത് നീക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഈ അൽക്കലിക്കേറ്റിൽ ഇപ്പോ എത്ര 6 വർഷമായി. ഇപ്പോ ഞാൻ 2019 വന്നാണ്. അതുകൊണ്ട് കാര്യമില്ല, എക്സസൈസ് ചെയ്യലുണ്ട്. ഇല്ല, ഞാൻ എന്തായാലും ഒരു മാസത്തിൽ ഞാനൊരു 20 days എക്സസൈസ് ചെയ്യാറുണ്ട്. ശരി, ഇതിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ആളുകൾ കൊടുക്കാൻ ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളെ ഹെൽത്തിന് നല്ലൊരു ബെനിഫിറ്റ് ആണ്. നമ്മള് എന്താ പറയാ ആരോഗ്യമായ ഒരു പല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു റിലീസ് ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്പെടുന്ന എക്സസൈസ്. നമ്മളെ റൂമിൽ ഇതേപോലെ കുറെ ആൾക്കാർ മൂടി കിടക്കുന്നുണ്ടല്ലോ, അവരോട് എന്താണ് പറയുള്ളത്? നമ്മുടെ റൂമില് എന്താ പറയാ ഒരുപാട് പ്രായം ചെന്ന ആളുകളും യുവാക്കളും കല്യാണം കഴിക്കാത്ത പിള്ളേരുമുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇത് ഒരു ഡെയിലി ഇതുപോലെ നമ്മളെ കൂടെ വന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആരോഗ്യത്തിന് നല്ല ഉപകാരപ്പെടും. ഒരു 10 വർഷം ജീവിക്കേണ്ടത് ഒരു 15 വർഷം കൂടുതൽ നിങ്ങൾക്ക് ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻഷാല്ലാ. ഷാഫിക്ക് എന്താണ് പറയാനുള്ളത്? ഷാഫി എന്ത് നമ്മളെ ഷിയാബുകയുടെ പ്രചോദനം എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഷിയാബുകയാണ് നമ്മളെ ഇതിനു വേണ്ടിട്ട് അല്ല, ഇത് നമ്മള് കോമഡി ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മളിപ്പോ ശ്രദ്ധിച്ചില്ലേ, 26, 25 വയസ്സുള്ള ആളുകൾ ഇപ്പോ നമ്മളെ UAE തന്നെ ഒരുപാട് പേര് അറ്റാക്ക് വന്നുകൊണ്ട് മരിക്കുന്നുണ്ട്. അത് ഈ ഒന്നാമത് നമ്മളെ ഈ ജൂൺ മാസത്തിൽ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് 4-5 ആളുകൾ അറ്റാക്ക് വന്നു. ഒരു 30-40 ഇടയിലുള്ള യുവാക്കള്. 30-40 തന്താണ്. ഞാൻ പറയണത് 25-26 ആയിട്ടുള്ള നമ്മളെ പ്രായത്തിലുള്ള ചെക്കന്മാര് വരെ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതാണ് ഫുഡ് കൾച്ചറും ഈ വ്യായാമമില്ലായ്മ, അതേപോലെ ഉറക്കമില്ലായ്മ. നമ്മള് കറക്റ്റ് ആയിട്ട് ഉറങ്ങണം. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയും കാര്യങ്ങളാണ്. നമുക്ക് അതില് എന്താ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മള് ഫോണുമ്മേ ഒന്നും കളിക്കാതെ. നീ ഡെയിലി എത്ര വർഷം മൊബൈൽ യൂസ് ചെയ്യും? ശരിയാണ്, ഞാനും ഉപയോഗിക്കലുണ്ട്. ഞാൻ ഒരു ഡേയിലെ ഒരു 80%
കണ്ടിന്യൂ 80% ഫോണിൽ തന്നെയാണ്. രാവിലെ 3 മണി വരെയൊക്കെ അവൻ ഫോണിൽ കളിച്ചിട്ട്. ഞാൻ ഒരു ദിവസം ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഗൈസ് എന്തായാലും ഞങ്ങൾ നിർത്താൻ പോവാണ്. ഞങ്ങക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ട്. ഈ കാക്ക ജോലിക്കൊന്നും പോലില്ല, മൂപ്പർക്ക് പ്രശ്നമല്ല, നമുക്ക് എന്തായാലും ജോലി ഉണ്ട്. ഡ്യൂട്ടിയുടെ സമയത്ത് നല്ല ഡ്യൂട്ടിയാണ്, ഞങ്ങൾ ആ സമയത്ത് ഇരിക്കും. അപ്പൊ കാക്കാനെ പറ്റിട്ട് അങ്ങനെ പറയാൻ നിൽക്കണ്ട. കാക്ക അധ്വാനിക്കുന്നതാണ്. കാക്ക അധ്വാനിക്കുന്നതാണ്. സമയത്ത് നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കളിക്കണത് ഇത് എല്ലാ മുതുക്കന്മാര് വർത്താനാണ്. എന്തായാലും അത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നാളെ ഇനിയുള്ള ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടി ആളുകളെ നമ്മളിതിലേക്ക് നമ്മളെ റൂമിൽ നിന്ന് നമുക്ക് ഇന്ന് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഒരുപാട് യുവാക്കൾ, നമുക്ക് പ്രായമുള്ള ആൾക്കാരെ, ചെറുപ്പക്കാരെ എല്ലാവരും നമുക്ക് സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണം. എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ഗുഡ് ബൈ. എന്നാ പോയി മക്കളെ.